ആരംഭിക്കുകയാണ്. ശ്രീകൃഷ്ണ അഷ്ടോത്തരം പാരായണം ചെയ്ത് ധ്യാനശ്ലോകത്തോടുകൂടി അഷ്ടോത്തരം പാരായണം ചെയ്തിട്ട് ശ്രീ അധ്യാത്മരാമായണ പാരായണം നിത്യപാരായണം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനശ്ലോകം. ഓം തത്സത്. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസം കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ. ഓ കൃഷ്ണതുഭ്യം നമഃ. ഹേ കൃഷ്ണതുഭ്യം നമഃ. ശ്രീകൃഷ്ണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം ഇന്ന് യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അധ്യാത്മരാമായണത്തിലെ ധ്യാനശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. യുദ്ധകാണ്ഡത്തിൽ സേതുബന്ധനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി സുമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താരം വന്നിച്ചു വന്ദന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനത്തോടു കൂടിയാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത്. ഓം തത്സത്. രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുവായും സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാണ് എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നു തോന്നിയതങ്ങനെ തന്നെ എന്ന് അർണവതീരെ കിഴക്കു നോക്കി തൊഴു അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിരുന്നാൻ. അത്ഭുത വിക്രമൻ ഭക്തി കൊണ്ടെത്രയും മൂന്നഹോരാത്രം ഉപവാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിലും നാഥനാമീശ്വരൻ. ഏതു വിളകിരവാനും നീയുമതി ക്രോധേനൊടുക്കാത്ത നേത്രനാഥനും. കൊണ്ടുവാ ശാപപാണാദികൾ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും വിക്രമം. ഇന്നു പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതിയെ പൂർവന്മാർ വളർത്തുന്നു. ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരം എന്നുള്ള പേരും മറന്നുള്ളിൽ
ആകുലമെന്നിയെ വാഴുകീലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കബീകുലം പുഷ്ടമോദം പാദശാലേന പോകണം എന്നരുൾ ചെയ്തു ഇല്ലും കുടുങ്ങിയ കുലൻ അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമേ ദുർവാരമായ ശ്രീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരിഞ്ഞിരിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നീക്കണം ഇത്തം ലഘുവരൻ വാക്കു കേട്ടേരം വൃത്തിയുഹങ്ങളും കാണേണ്ടത് വത്തിയും കൂടെ വിറച്ചു ചമഞ്ഞിരു മിത്രനും ഭംഗിയും നിറഞ്ഞിരു തീരവും അബ്ദിയും ചോദിച്ചു വിട്ടാൽ കവിഞ്ഞുവൻ ഉത്തംഗമായ തരങ്കാവലിയോടും വസ്ത്രങ്ങളായി വഴി തത്വങ്ങളായി വന്നി ഉഗ്രനഗ്ര ജശാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും 30 ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കിലും നിറഞ്ഞൊരു ഗാന്ധ്യാനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായ രാമപാദാന്തികയെ വെച്ചു നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്യാവണങ്ങി സ്തുതിച്ചാൻ ബലധരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപായക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാരമാപദേ ആകാശ ആദികാലേ തവ ഭാഗ്യമനോഗണായി ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്നിരുവടി സൃഷ്ടിച്ചിലേറ്റം ജഡസ്വഭാവങ്ങളാൽ അഷ്ടമാതാർക്കു നീക്കാവുന്നു മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തോളം അന്യത കർത്തൃമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണം പുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിട്ടു ദേവാദികൾ തഥാ തത്വസത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ ഉൽപ്പന്നമായിരുന്നു ദേവാദികൾ തത്വസത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തത്രജോരൂപങ്ങൾ ഭൂതങ്ങളായി പ്രജേശാദികൾ തത്വമോ ഭൂതനായി ഭൂതപരീതാനും ഉത്തമ പുരുഷ രാമാദയാനിതേ മായയാ ചന്ദ്രനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാനദം നിർഗുണനായി സദാ സിദ്ധനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷകനാം തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ എറിഞ്ഞിരുന്നു മൂർഖജനങ്ങൾ സന്മാർഗ പാപങ്ങളാൽ ഓർക്കിൽ പ്രഭുരാമഹിതം ദണ്ഡമായതും ഓം ശ്രീകൃഷ്ണായ നമഃ ഓർക്കിൽ പ്രഭുണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണ്യപൂരുഷ കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമനീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശൂദാമിതേ ഇത്തം മടങ്ങി സ്തുതിച്ച വരുണനോ ഉത്തമ പുരുഷൻ താനും ചെയ്തു ബാണം മദീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്നതിനുള്ളത് പാട്ടമില്ലാതൊരു ലക്ഷ്യമതിനു നീ കാട്ടിത്തരേണമെനിക്കുവാനാമിതേ അർണവനാഥനും ചൊല്ലിനാനന്ദേനം അന്യോന്യകാരുണ്യ സിന്ധോജൽപദേ ഉത്തരസ്യാം ഋഷി മുത്തരി മത്തീരഭൂതലേ ചിത്രധ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര ഭാവാത്മാക്കളുണ്ടു നിശാചരർ എത്രയും ഭാരമുപദ്രവിച്ചിടുവോൾ
വേദാലവീടെ കൈക്ക വേണം തവ ലോകോപകാരക മാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടുമാ വീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു വെല്ലവേ തുണീരവും മുക്കിതാതരാൽ. ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശവും തഥാ തൽകുലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപ്രദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാഗരമന്നേരം ആകുലമന്യേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നടനാം കബീവരൻ ഏതുമവനൊരു ഘട്ടമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ കൽപ്പരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിരുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ കഥ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സമ്പന്നനെ. തക്ഷണേ മക്കള മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരമീയമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരവസം. പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാണിത്യരൂതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. ദേവേശതയോജനായുധമായുധൻ 15 യോജന വിസ്താരമാവണ്ണം യുദ്ധം പറഞ്ഞു പടുത്തു തുടങ്ങും വിധോ രാമ. യുദ്ധം പടുത്തു തുടങ്ങും വിധോ രാമ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായ ത്രിലോകീഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു. യാതൊരു മധ്യനീടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു ഏർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടക കൈവിട്ടു വാരാണസി മുക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ഉചിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരനഭിഷേകവും ചെയ്തത്. ശ്രീമത് സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മധ്യനോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം. എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായിട്ടൊരു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാണും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുത തന്ത്രിഭാഷാണകരുക്കളാൽ അതിനെ തീർന്നു 14 യോജന നീങ്ങി 20 യോജന വിറ്റുന്ന 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായുധം ചഞ്ചലമെന്നിയെ തീർന്നോ നിരന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിന. മാരുതി കണ്ടേ കലേവീരകൂത്തവൻ താരീയ കണ്ടേ സുമിത്രാതനയനും ആരുഖ്യ ചെന്നു സുബയരാജല മുകളേരിനാൾ വാനര സേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേരാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ചെമ്പാരിതൻപുരി കൊത്ത ലങ്കാപുരം. സ്വർണ്ണമയധ്വജ പ്രാകാര തോരണം പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാനാപരീക ശതഗ്നി സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിവിസങ്കുലേ രത്നദണ്ഡാകപത്രൈരുവശോഭിതേ കാലവട്ടങ്ങളും വെഞ്ചാവരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ചു. നീലശൈലാഭം ദശഗിരിയിലോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൊണ്ടു മാനിച്ചു മനസ്സേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ
ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നഴി അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. ഭക്തിമുഖനും അവനോട് ചോദിച്ചാൽ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലണോ? പാരനേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചവി മാനവിനോദം വരുത്തിയാലോദവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഗീതം കളഞ്ഞു ചൊല്ലിയിടണോ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാലോദവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ. രാത്രിഞ്ചരുക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസ രാജ പ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. ഉത്തര ചൊന്നരന്തരമെന്നിയെ ഞാൻ തവവാക്യങ്ങൾ തന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കുന്നുകളവാൻ തുടങ്ങും. രാമപ്രഭു ബാക്കി ഞാൻ ആമയെ കൊണ്ട് കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അവധ്യൻ അയ്യപ്പനാദരവോടരും ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീര അനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകുകെന്നു നൽകിയിടുകൊന്നും ഇല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുടറി ചെയ്തത് കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തുബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടവനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിനു ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ടു പുറപ്പെടുക. സുനീലങ്കാപുരവന്നിച്ചാചരസേനയും ശങ്കാവിഹീന ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പിടിപെടുത്തെന്നുള്ളിൽ വന്നൊരു രോഷവും മാറ്റുതീർത്തിടുവൻ. നറ്റഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ഭക്തനെന്നാകിൽ പുറപ്പെടുക സുനീ എന്നരുളി ചെയ്തിരുന്നരുളിയിടനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരും ഒരുമിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യം ഫലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവാപാലിതം പർവ്വത സന്യപന്മാരായ വാനരൂർവികുലങ്ങളെ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്ന നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക. സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ധൃതൻ ശങ്കാഭിഹീന മലർന്നു നിൽക്കുന്നവർ 100,000 പടയോടെ രിപുക്കളെയെന്ന് നേറാക്കുവാനുടനോട് വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനം സേനാപതി വന്യനന്ദനൻ അംഗദനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽ സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അത്യസങ്കോപമൻ തൻ പാർശ്വസേമ്യ നിൽക്കുന്നത് വാതകൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നു ശുഗ്രനാം ചേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനു വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. കർത്താവാം നലനലിങ്ങേരുമേ ബോധമേറും വിശ്വകർമാവ് തൻ മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതനൻ പിതാവാകിയ കേസരി സൂര്യനായിടും പ്രമാതി ശതബലി ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും സൂര്യന്തതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ തുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയും അവർക്കെല്ലാം. ദേവാദികളെ ഒടുക്കുവാനായി വന്നു ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷ
ലക്ഷ്മണനായ ധനന്തനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്കനേ മാനത്തെ പഞ്ചഭൂതാത്മകമായി ശരീരവും പഞ്ചത്വമാറ്റു ഭവിക്കും എല്ലാവനും പഞ്ചഭണ്ഡാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസമേദോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിത മതി ദുർഗന്ധമെത്രയും ഞാൻ എന്ന ഭാവം അതിലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്കനീകണ്ട ജടാത്മകമായ തായത്തിങ്കൽ എന്തൊരാശയാ ഭവിക്കുന്നത് ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോഗവാനായി ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പരിക്കുന്നിടം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്ന് കൂടുന്നു സുഖദുഃഖ ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോദത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണം അതുമൂലമാകയാൽ സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനങ്ങളകനീയാത്മാവ് നിർമ്മലാനവ്യയനദ്വയനാത്മാനമാത്മനാ കണ്ടു തലികനീയാത്മാവിനെ ധരിച്ചിടുക സന്തതം ആത്മനെ തന്നെ ലയിക്കനീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സത്യ കളഞ്ഞ് വിരക്തനായി വാഴുക സുഖരാസ്വാദി ദേഹങ്ങളിലാകിയും ഭോഗം നരകാദികളിൽ ഉണ്ടാവല്ലോ ദേഹം വിവേകാദ്യമായത് പ്രാപിച്ചതാകണ്ട പിന്നെ ദ്വിജത്വവും വന്യതോ കർമ്മഭൂവാമത്ത ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ലഭിച്ചിടുന്നാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവൻ ലവേനോർക്ക മഹാമതേ പൗലസ്യ പുത്രന ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരഞ്ജനയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്നിങ്ങനെ എന്ന് തുടങ്ങിയ സമസ്ത സംഘങ്ങളും നന്നായി പരിചയിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്ന ആത്മാപരനത്തെ സീതയെ രാമന് കൊണ്ടുകൊടുത്തു പാദപത്മാനുചരനായി ഭവിക്കനെ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാ വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായികലാശ് കീഴ്പോട്ട് പോയി ചെല്ലുന്നു നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ രാമേതി ജപിച്ചുകൊണ്ട് അമയം വേറിട്ടു സാധിക്കമോക്ഷവും സത്സംഗത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം കാന്തികാന്തം രമാസേവിതൻ ചാപബാണായുധൻ രാഘവൻ സുഗ്രീവസേവിതൻ ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം നിരന്തരം ധ്യാനിച്ചു വർഗിലോ മുക്തി വന്നിടും അതിനില്ല സംശയം മിത്രം ശിവവാക്യവിജ്ഞാനനാശനം ശ്രുത്വാ ദശാസനം ക്രോധാതാമരാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്ന് തോന്നുമാർ അത്യന്ത രോഷേണ നോക്കി ഇവര് ചെയ്താൽ കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്രവം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരു ഉപകാരം ഓർക്കയാലുണ്ട് കാരുണ്യം എനിക്കത് കൊണ്ടു ഞാൻ ഇന്ന് കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചിതൻ മണ്ണിൽ നിന്നാൽ മറിയത്തു പോകും നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കലോ അതുകൊണ്ടും മരണം നിനക്കിന്നുമേ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ മന്ദിരം ജാനകി ജീവന സ്മരണം ജയ ജയ രാമ രാമ ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പ്രാപിച്ചു പാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനാൾ മഹാ ജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശനത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു ഈ വീടിനാൽ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ
വൃന്ദാരകാഭ്യുദ്ധിയാത്തിയായി രാക്ഷസനിന്ദാപരനായി മരുദശാന്തനെ നിർജ്ജര വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഭാപകാരത്തിന് നന്ദരവും പാർത്തിരിക്കുമ്പിലോ കുംഭോദ്ഭവൻ അഗസ്ത്യൻ ശുഭാശ്രമേ സംപ്രാപ്തനായ ദിവസം ബലാൽ സംപൂജിതനാം അഗസ്ത്യ തപോധനൻ സംബോധനാർത്ഥം നിയമന്ത്രിതനാകിയാൽ സ്നാതും ഗതേമുനോ കുംഭോദ്ഭവേദക യാതുധാനാധിപൻ വജ്രദ്രംശാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോട് മന്ദഹാസാന്വിതം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടീറ്റു പൃഷ്ടമായി ഉണ്ണേണം ഇന്നു നമുക്കെടു ശാകമാംസം വേണമല്ലോ കരീമ ത്യാഗിയല്ലോ ഭവാൻ വാമണ സപ്തമൻ എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങിനെ എന്നവളും ചൊന്നാൻ മധ്യേ ശുഗപത്നി വേഷം ധരിച്ചുടൻ ചിത്തമോഹം വളർത്തിരിനാൻ മായ മധ്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംശൻ മറഞ്ഞിരിനാൻ മധ്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു മധ്യരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ വൃത്തിയിൽ വാഴുക മത്തമോ വൈഭവാൻ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്നോട് കാരണം മാംസോത്തരം ഭുഷിക്കേണമെനിക്കുന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു മോഹിച്ചു ശപിച്ചതു നിന്നുടെ ദുഷ്കർമ്മം എന്നീ പറയാവു ചൊല്ലുചൊല്ലെന്തു പറഞ്ഞതു നീ സഖ്യം നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനുടനേരമാശു സത്യം പറഞ്ഞിരുന്നാൻ വജ്രത്തിന്റെ നല്ലിയ ശേഷം ഈ വിജ്ജനത്തോട് വീണ്ടും വന്നതു ചെയ്തു വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്ന ഞാനത് കേട്ടിതു ചെയ്തതു ഇത്തം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ടു കണ്ടോളവ ഉൾത്താപം മോഡലുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായ വയമ്പതയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ഞാനുമതി മൂടനായി ചെന്നുഞ്ഞേൻ ബലാൻ നൂനം വരാവിധി തന്മകമെന്നുമേ വിദ്യയായി വന്നുകൂടാമഭാഷിതം സത്യപ്രധാനല്ലോ നീയുമാകയാൽ നല്ലതോ വന്നുകൂടും മേലെ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോകും രാമസീമി വച്ചുകൊള്ളും ദൃഢം രാവണാമുഖ്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നു രാഹുലമിനിയെ ഗംഗാകുലാന്തിയെ നാലുപുറവും വന്നിരിക്കുന്നോരു കാലാമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നേക്കും ദശാനനെന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാഗരം പിന്നെ വിശേഷങ്ങളൊന്നും അറിയുന്നു ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണാനാത്മാ തത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി രാക്ഷസഭാവം ശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധന വാക്യം മനോഹരം സാരനായൊരു ശുഭൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നു രാവണ മാതാവ് തൻപിത ഇന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു ഇരക്ഷോഭനും ഇരുത്തിയതോചിതം കൈകസീതാവന്മതിയമാനിനീതമാൻ കൈകസീനന്ദനൻ തന്നോട് ചൊല്ലിനാം ചൊല്ലുവൻ ഞാന്തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കതും നിമിത്തങ്ങളിൽ ജാനകീലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു കണ്ടീലയോ നാശകേതുക്കളായി ദശ കണ്ട പ്രഭുനി നിരൂപിക്ക മനസ്സിൽ ദാരുണമായി നീ വെട്ടുന്നി തന്നോഹം ചോരയും പെയ്യുന്ന ദുഷ്ടമായി എത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരനുഷ്വാനിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നും ആദ്യങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ചാരനോടു വിളങ്ങുന്നു രോഷാനുകൂലങ്ങളോട് മൂവണ്ണമേ പന്നകജാലം ഗരുഡനോടും സദാ നിന്നെ നിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായിട്ടൻ കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനീയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളൊരു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായി നീനത്രയോ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമിനിയെ സ്ത്രീയെ കൊണ്ടു
സീതയെ കൊണ്ടുപോയി രാമപാദവും വെച്ചു വന്നിക്ക വൈകാതെ രാമനാകുന്നതും വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുവൾ അദ്വൈന പരമാത്മാനമദ്വയം. ശ്രീരാമപാദബോധം കണ്ടു സംസാര പാരാനിധിയെ കടന്നു ദുർലോകികൾ ഭക്തി കണ്ടെത്ര അന്ധകരണവും ശുദ്ധമായി ബുദ്ധിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമീ കാലം കളയാതെ കൊണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു, കേവലം ഭക്തി നിലയ്ക്കിതു ചിന്തിക്കൽ മനസ്സേ. സാന്ത്വനപൂർവം ദശമുഖനോടു ശാന്തന മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതീനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമിൽ ഉൾക്കാമിലൊക്കുന്നവൻ ജലനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു കാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതി സ്നിഗ്ധനാമിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. യുദ്ധം പറഞ്ഞ മാറ്റന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തിയേറിനാൻ. ജാനകി ജീവനസ്മരണ പൊര ജയ ജയ രാമ രാമ. ഓം തസ്സ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ രാമായണ പാരായണം ഭഗവാന്റെ തൃക്കാഴ്ച സമർപ്പിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാണത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാണം. ഓം ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേ